ഒക്കെ സെയിം വലിപ്പമുള്ളതാണ്. മൊത്തം ഒരു 6 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എല്ലാവർക്കും ഫിഷിംഗ് സ്പോട്ടിൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ അച്ഛൻ്റെ കൂടെ ഇറങ്ങിക്കാണ് കാസ്റ്റ് ചെയ്യാനായിട്ട്. അതല്ലേ കാസ്റ്റ് ചെയ്യാൻ ഇറങ്ങിക്കാണ്. അപ്പോൾ നമ്മുടെ ബാക്കിലുള്ള കാണുന്ന കോളുകളിലൊക്കെയാണ് നമ്മൾ കാസ്റ്റ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ അച്ഛൻ്റെ അവിടെ നിന്ന് കാസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഇട്ട അതേ സ്പോട്ടൊക്കെ തന്നെ. ഇന്നിപ്പോൾ കോളിക്ക് പോകാൻ പറ്റുമെന്ന് തോന്നില്ല. അപ്പോൾ ഈ സൈഡുകളിലൊക്കെ ആയിട്ട് കാസ്റ്റ് ചെയ്യാം. ഓക്കെ, ചട്ടാർ സൈഡിലൊക്കെ. അപ്പോൾ ചെറുമീനും വരലൊക്കെ അടിക്കാനായിട്ട് നല്ലപോലെ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ചൂണ്ടനെ കുറിച്ച് ചോദിച്ചിരുന്നു ആൾക്കാർ. ഇത് അബുഗ്രസി പ്രോ മാക്സ് 3 ആണ് മെഷീൻ. പിന്നെ സ്റ്റിക്ക് നമ്മുടെ കോമ്പസ്, ഹൺഫിഷിൻ്റെ കോമ്പസ് എന്ന റോഡാണ്. അപ്പോൾ കുറേ പേര് പറഞ്ഞു അവരുടെ റോഡൊക്കെ ഒടിയുണ്ട്, ഒരു 3-4 വട്ടം ഒടിഞ്ഞവരൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് പറയാൻ പറ്റില്ല. അത് ഓരോ നമ്മളും ചില സ്റ്റിക്കുകളൊക്കെ എടുത്തിട്ട് സ്ട്രോങ് ആണെന്ന് പറഞ്ഞാൽ എടുത്തിട്ട് ഒടിഞ്ഞു പോയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാനിപ്പോൾ ഉപയോഗിച്ചിട്ട് എനിക്കങ്ങനെ ഇതുവരെ അങ്ങനെ വിലക്കുറവോ അങ്ങനെ തോന്നിയിട്ടില്ല. അത്യാവശ്യം ഫ്ലെക്സിബിലിറ്റി ഏറ്റുണ്ട്. നമുക്ക് ചെറിയ ഫ്രോ കാസ്റ്റ് ചെയ്യാൻ നല്ല രസമാണ്. ഒരു ബുൾ ഫ്രോ കാസ്റ്റ് ചെയ്യാം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചട്ടയമൊക്കെ തടഞ്ഞിട്ട് നല്ലപോലെ, ഈ ചട്ട കണ്ടില്ലേ, ഇങ്ങനത്തെയൊക്കെ ലോങ്ങിലടിച്ചിട്ട് തടഞ്ഞിട്ട് ആഞ്ഞ് വലിച്ചിട്ടും പിന്നെ അതുപോലെ തന്നെ മീനടിച്ചിട്ടും അത്യാവശ്യം 1 kg എബോവ് ഉള്ള ബ്രാലൊക്കെ അടിച്ച് കയറ്റിയിട്ടൊന്നും ഇതൊരു കുഴപ്പമുണ്ടായിട്ടില്ല. പിന്നെ ഈ ചെറുമീനൊക്കെ ഇനി ഒന്നുകൂടി വലിപ്പമുള്ള ചെറുമീനൊക്കെ അടിച്ചാലാണ് ഹുക്കപ്പ് എടുക്കുമ്പോൾ അതിൻ്റെ സ്ട്രെങ്ത് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് കാസ്റ്റ് ചെയ്യാം. അപ്പോൾ റോഡ് കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. അപ്പോൾ കാസ്റ്റ് ചെയ്തിട്ട് മീൻ അടിക്കാൻ നോക്കാം. ഓക്കെ, നമ്മൾ ഇതിന് മുന്നേ വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുള്ള് താമരയ്ക്ക് ഇതുണ്ടല്ലേ, അടി കാണാൻ പറ്റും. അത് വലിയ താഴ്ചില്ല, കണ്ണടിയാണ്. ചെളിയുണ്ട്, അരയ്ക്കും വെള്ളം ഉണ്ടാവും. ഇപ്പോൾ ഇത് ഫുള്ള് എന്താണ് താമര ആവാറാണ് പതിവ്. ഇപ്രാവശ്യം താമരയൊക്കെ നശിച്ചു, കുറേ താമര നശിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇപ്രാവശ്യം ഇത് പ്ലെയിൻ സ്ഥലമാണ്. പക്ഷേ താമര ഉണ്ടെങ്കിലാണ് ഏറ്റവും കൂടുതൽ മീൻ നിൽക്കാറ്. താമര ഇല്ലാണ്ടായപ്പോൾ ഇതിൻ്റെ ഏരിയ മനസ്സിലാവണം, ഇത്രയും ഏരിയ ഉണ്ടെന്ന്. ഓക്കെ, എന്തായാലും നമുക്ക് കാസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ചട്ടയുടെ സൈഡിലേക്ക് മീൻ ഉണ്ടാവുക. അവിടെ നിന്ന് സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ബാക്കി ഒന്നും അടിക്കും. അടിക്ക് വെറുതെ പിടിക്കുന്നത് തന്നെയാണ്. കിട്ടി ഇപ്പോൾ അത് കിട്ടിയെന്ന് വയ്ക്കാം. പിന്നെല്ലാം ഒന്ന് അടിച്ചേനെ വീണ്ടും. ഇപ്പോൾ ഫ്രോഗ് മീൻ കിട്ടിയിട്ടുണ്ടായില്ല. അപ്പോഴേക്കും നമ്മൾ സ്ട്രൈക്ക് കിട്ടിയപ്പോൾ ഞാൻ വലിച്ചു. അത് ആ സ്ട്രൈക്കിൽ വലിക്കരുത്. അതായത് ആ സ്ട്രൈക്കില്ലേ ഒരു സെക്കൻഡ് കൊടുക്കുക. അപ്പോൾ വരുമ്പോൾ അച്ഛൻ്റെ ഫ്രോഗ് രണ്ടാമത് പൊന്തും. കിട്ടിയില്ലെങ്കിൽ നോക്കാം, അടിക്കാൻ നോക്കാം. സ്ലോ ആക്കിയിട്ട് ഞാനവിടെ ഉണ്ടെങ്കിൽ രണ്ട് മൂന്ന് പേര് ചോദിക്കുമ്പോൾ അടിക്കണ്ട ഇവിടെ ഇതിൽ. കരിപ്പിടിയാണത്. രാവിലെ അതൊക്കെ അവിടെ നിൽക്കുള്ളൂ വന്നു. അവനടിച്ച് ഊരിപ്പോയി. അടിക്കൂടെ ഒന്ന് അടിച്ചേ. 1/2 കിലോ ഉണ്ടാവും. ഒരു കൊടുത്ത് തവള മേറി. ഇവിടുന്ന് നമുക്കൊരു വരൽ മിസ്സായി. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ
അപ്പോൾ ഒന്നും അടിച്ചു, പതുക്കെ ഫോളോ ചെയ്ത് വന്നിട്ടാണ് അടിച്ചത്. ഒക്കെ ചെറിയ വിരലാന്ന് തോന്നുന്നു കേട്ടോ, ഒക്കെ ചെറിയ വിരലാന്ന് തോന്നുന്നു. ഒരു സ്ട്രൈക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അടിച്ചിട്ടുണ്ട്, കുഴപ്പമില്ലാത്തൊരു വില കേട്ടോ. കാണിച്ചു തരാം. ഇതാണ് കേട്ടോ നമുക്ക് കിട്ടിയ വിരാല്. ഓക്കെ, ഇപ്പം അടിച്ച് കയറിയ വിരാലാണ്. ഏകദേശം സൈസുള്ള വിരാലാണ്. ഇതില്ലേ 1/2 കിലോ സൈസുള്ള വിരാലാണ്. ഓക്കെ, കണ്ടില്ലേ? ഓക്കെ, പിന്നെ അതിൽ നമുക്ക് ചാക്കിലാക്കിയിട്ട് ഒന്നൊരു കാസ്റ്റ് ചെയ്യാം. ഓക്കെ, അടുത്തൊരു വാലിറ്റി ഉണ്ട് കേട്ടോ. അടുത്തൊരു കുഴപ്പമില്ലാത്തൊരു വാലാണ് അടിച്ചത്. കണ്ടില്ലേ? സെയിം വലിപ്പമാണ്. ഒരു 1/2 കിലോ റേഞ്ചുള്ള ഒരു വാലാണ് കേട്ടോ. അല്ലോ, സെയിം വലിപ്പമുള്ള വാലാണ്, 1/2 കിലോ റേഞ്ച്. അപ്പോൾ ഇവനെ എടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും വീണ്ടും കാസ്റ്റ് ചെയ്യാം. ഓക്കെ, കാണിച്ചു തരാം. ഇവനാണ് അവിടെ രണ്ടാമത്തെ വരാല്. കണ്ടാ ഫ്ലോയിൽ കണ്ടല്ലോ. അപ്പോൾ ഇവനെ കൂടി എടുക്കാം. ഓക്കെ, നമുക്ക് ഇന്ന് കിട്ടിയ മീൻ കേട്ടോ. ഡയറക്റ്റ് വെള്ളത്തിക്കിടാണ്. ഉണ്ടല്ലോ, ഒക്കെ 1/2 കിലോ റേഞ്ചുള്ള ബ്രെഡ് കേട്ടോ. സെയിം വലിപ്പമാണ് ഒക്കെ. ഉണ്ടല്ലോ, ഒക്കെ സെയിം വലിപ്പമുള്ളതാണ്. മൊത്തം 6 കിട്ടിയിട്ടുണ്ട്. ഓക്കെ.